നമസ്കാരം. ഫെബ്രുവരി 18 മുതൽ നവകേരള സദസ്സിന് പിന്നാലെ ഫെബ്രുവരി 18 മുതൽ സർക്കാർ പുതിയൊരു മുഖാമുഖം പരിപാടിയുമായി രംഗത്തേക്ക് വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ആളുകളുമായി സംവദിക്കാൻ വരുന്നു. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ ആളുകൾക്കുള്ള അവസരമാണ്. 2000 ആളുകളെങ്കിലും ഒരു വേദിയിൽ പങ്കെടുപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഒരാൾക്ക് 1 മിനിറ്റ് ചോദ്യം ചോദിക്കാം. ആ ചോദ്യം മുന്നേ കൂട്ടി അറിയിക്കണമോ, അതിലെന്തെങ്കിലും പരിശോധന ഉണ്ടാവുമെന്നും അറിയില്ല. എന്തായാലും ആളുകൾക്ക് മുഖ്യമന്ത്രിയോട് സംവദിക്കാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്കാണ് ഇത് കൊണ്ടുവരുന്നത്. അതിനുള്ള പണച്ചെലവ് സർക്കാരിൻ്റെ വകയായിരിക്കില്ലെന്നും അതിന് സ്പോൺസർമാരെ കണ്ടെത്തണം ഈ നവകേരള സദസ്സ് പോലെ എന്നുള്ള നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഇങ്ങനെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എന്തായാലും കുറേ പണച്ചെലവ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരും. ഈ ദുരിതകാലത്ത് എന്തിനാണ് ഇത്രയും പണച്ചെലവുള്ള വ്യായാമങ്ങൾ നടത്തുന്നത്? സർക്കാരിന് മുഖം മിനുക്കണം, മുഖത്തിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് മുഖം മിനുക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരം എക്സസൈസുകൾ കൊണ്ട് എന്തുമാത്രം പ്രയോജനം അക്കാര്യത്തിലുണ്ടാകും പോലെയുള്ള വിഷയങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ആദ്യം. അജിംസ് എന്നാണ് തോന്നുന്നത്. അതായത് ഒന്നാമത് ഈ സർക്കാരിനും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരകലം കൂടിപ്പോയിട്ടുണ്ടോ എന്ന സംശയത്തിന്മേലായിരിക്കണം ഒരു പക്ഷേ അത് അടുപ്പിക്കാനുള്ള കൂടുതൽ പരിപാടികളുമായിട്ട് ഗവൺമെൻറ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഇത് എന്തുമാത്രം ഗുണം ചെയ്യും. രണ്ടാമത് എന്തായാലും സാമ്പത്തികമായ വലിയ ചിലവാണ്. കാരണം ഇപ്പം സ്പോൺസർമാർ ചില സംഗതികളൊക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചാലും സർക്കാർ മെഷീനറി മുഴുവൻ ഇറങ്ങി പുറപ്പെടുക എന്ന് വെച്ചാൽ അതിൻ്റെതായ ചിലവുണ്ട്. പിന്നെ ഈ സ്പോൺസർമാരൊക്കെ എന്ത് ഉദ്ദേശത്തിൽ സർക്കാരിന് വേണ്ടി ഇങ്ങനെ പണം മുടക്കണം എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. അപ്പം കുറേ അധികം തുറന്നു കാണിക്കപ്പെടാത്ത ദുരൂഹതകളാണ് ഇത്തരം പരിപാടികളുടെ എല്ലാം പിന്നിലുള്ളത്. സോ ഇത് എന്തുമാത്രം എന്താണ് സംശയങ്ങളുള്ളതും എല്ലാ തരത്തിലുള്ള സംശയങ്ങളുള്ള സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു ചോദിക്കുക. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അകലം, പ്രത്യേകിച്ചും LDF സർക്കാരിനെയും ജനങ്ങളെയും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന ഒരേ ഒരു ഘടകം CPM എന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഇപ്പോൾ അകലം കൂടിയിട്ടുണ്ടെന്ന് സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജനങ്ങൾക്കും സർക്കാരിനിടയിൽ CPM എന്ന പാർട്ടി മിഷണറി ഇല്ല എന്നാണ്. അത് ഫീൽ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഈ അകലം കൂടി വരുന്നത്. കാരണം സർക്കാരിൻ്റെ നയങ്ങൾ, സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, സർക്കാർ പ്രഖ്യാപിക്കുന്ന ക്ഷേമ പദ്ധതികൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ജനങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതും സർക്കാരിൻ്റെ ഒരു എന്താണ് പറയുക പബ്ലിക് റിലേഷൻ എക്സസൈസ് ഏറ്റവും ഭംഗിയായി ചെയ്യുന്നത് പാർട്ടി മെഷീനറിയാണ്. ഈ പാർട്ടി മെഷീനറി ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന സംശയം കൊണ്ടായിരിക്കാം സർക്കാരിന് സ്വയം തന്നെ ഒരു പബ്ലിക് റിലേഷൻ എക്സസൈസ് ചെയ്യേണ്ടി വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മുമ്പ് നടന്ന പരിപാടികളിലെല്ലാം തന്നെ എന്താണ് നവകേരള സദസ്സ്, കേരളീയം പരിപാടി, ഇനിയിപ്പോൾ വരാൻ പോകുന്ന മുഖാമുഖം, ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ്. അതർവൈസ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അടുത്ത് ഇങ്ങനെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ എക്സസൈസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം അത് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ ധാരാളമായി നടന്നത്. കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ധാരാളം വിമർശനങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ അസംബ്ലിയുടെ ഒരു സ്ക്രൂട്ടിനിക്ക് അത് വിധേയമാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു അഴിമതി നടന്നാൽ തന്നെ അത് ജനപ്രതിനിധികൾക്ക് ഉന്നയിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്ക്രൂട്ടിനിക്ക് അത് വിധേയമാവുന്നില്ല എന്നൊരു വിമർശനമുണ്ട്. മറ്റൊന്ന്, ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലൂടെയാണ് ആ വികസന പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത്, പക്ഷേ അത് തിരിച്ചടക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു വിമർശനം അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കിഫ്ബി ഇല്ലാത്തതുകൊണ്ട്, ബോറോയിങ് നടക്കാത്തതുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത്, മറുവശത്ത് സർക്കാരിൻ്റെ തന്നെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് സംസ്ഥാനം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന വിമർശനവും നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ പാർട്ടി എത്രമാത്രം സർക്കാരിൻ്റെ കൂടെയുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനമാണ്. പാർട്ടി ഈ പ്രതിസന്ധിയിൽ പാർട്ടി അപ്പോൾ കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടുള്ള സമരം CPM നടത്തുന്നുണ്ട്. പക്ഷെ അത് വേണ്ടത്ര, അതൊരു ചട്ടപ്പടി സമരം എന്നല്ലാതെ വേണ്ടത്ര ജനങ്ങളിലേക്ക് ആ ഒരു പ്രശ്നം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ നിൽക്കുകയാണ്. അപ്പോൾ ഡൽഹി സമരം കഴിഞ്ഞു. ഡൽഹി സമരം ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് ലൈവായിട്ട് തന്നെ കൊടുത്തു. ഒരു മാധ്യമവും അതിൽ നിന്ന് മാറിയുന്നിട്ടില്ല. അവിടെ നടന്ന മുഴുവൻ സമരവും ലൈവായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് കേന്ദ്രത്തിൻ്റെ ഒരു കേരളത്തോടുള്ള അവഗണന കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ എന്ന് ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ, CPM കഴിയുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു സംഭവം, CMR കരിമണൽ ഖനന അനുമതി റദ്ദാക്കിയത് 2023 ഡിസംബർ 18 ആ ഓർഡർ പുറത്തു വരികയാണ്. അതായത് മാസപ്പടി കേസ്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് മാസപ്പടി കൊടുത്തു CMR എന്നൊരു ആരോപണം നിലനിൽക്കെ എന്തിനു വേണ്ടിയാണ് അത് കൊടുത്തത് എന്ന ക്വസ്റ്റ്യന് ഉത്തരം ആവുകയാണ്. നേരത്തെ പ്രതിപക്ഷം ആരോപിച്ച, പ്രത്യേകിച്ച് മാത്യു കോലനാടൻ ആരോപിച്ച ഒരു ആരോപണത്തിന് ഉത്തരവാവുകയാണ്. അതായത് 2019 തന്നെ ഒരു ഖനന നിയമം കേന്ദ്രം പാസ്സാക്കിയിട്ടുണ്ട്. ആ ഖനന നിയമപ്രകാരം ഈ പ്രതിരോധ പ്രാധാന്യമുള്ള ധാതുക്കൾ ഖനനം ചെയ്യാൻ സ്വകാര്യ കമ്പനികൾക്ക് അനുമതിയില്ല.
അപ്പോൾ അതിൻ്റെ ഒരു അമെൻമെൻറ്റ് 2023 വന്നിരുന്നു. 2023 വരുന്നത് തന്നെ വീണ വിജയനുള്ള മാസപ്പടി വിവാദം വീണ വിജയന് എതിരായിട്ടുള്ള മാസപ്പടി വിവാദം ഉയർന്നതിന് ശേഷമാണ് അമെൻമെൻറ്റ് വരുന്നത്. അപ്പോൾ ആ അമെൻമെൻറ്റിൽ ഇത് സ്വകാര്യ മേഖലയിൽ കൊടുത്തേക്കും എന്നുള്ളൊരു ആശങ്ക ഉയർന്നിരുന്നു. NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള MP പാർലമെൻറ്റിൽ ആ അമെൻമെൻറ്റിൽ ഒരു കാരണവശാലും പ്രതിരോധ പ്രാധാന്യമുള്ള ധാതുക്കൾ സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കരുതെന്ന് അതിശക്തമായി വാദിച്ചിരുന്നു. ആ വാദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി P രാജീവ് സ്വമേധയാ പറയുന്നത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ ഇവർക്ക് നൽകിയിരുന്ന CMRL നൽകിയിരുന്ന പാട്ടഭൂമിയിലെ CMRL ഈ തീരമേഖലയിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിലെ ഖനനത്തിന് വേണ്ടിയുള്ള അനുമതി റദ്ദാക്കാതിരുന്നത്? കാരണം 2019 വന്ന നിയമപ്രകാരം തന്നെ സംസ്ഥാന സർക്കാരിനെ റദ്ദാക്കാമായിരുന്നു. സുപ്രീം കോടതി വിവിധ കോടതികളുടെ ഉത്തരവിനെ നിലനിൽക്കാതെ റദ്ദാക്കാമായിരുന്നു. റദ്ദാക്കാതെ വച്ചുകൊണ്ടിരിക്കുകയും ഇന്നലെ മാത്യു കൊണ്ടാണ് ആരോപിച്ചത് എന്താണ്, ഇവർക്ക് ഏതെങ്കിലും വിധേയന അനുമതി നേടിക്കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഫയലുകൾ ക്ഷണിച്ചു വരുത്തി. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ 2019 മുതൽ 2023 വരെയുള്ള 4 വർഷം അവർക്ക് ഖനനാനുമതി ലഭിക്കാൻ വേണ്ടി സർക്കാർ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വരുമ്പോൾ ഇത് CMRL എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്ത ഫേവറിനുള്ള പ്രതിഫലമാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് തെളിവാവുകയാണെന്ന് പുറത്തു വന്ന ഉത്തരവ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാണ്, അതായത് പാർട്ടി എന്ന നിലയിൽ CPM സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനത്തിനെതിരാണ്. അവർ പല ഘട്ടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. MA ബേബി ഉൾപ്പെടെയുള്ളവർ കരിമണൽ ഖനന വിരുദ്ധ സമരത്തിന് മുന്നണിയിൽ നിന്ന് ഓർമ്മയുണ്ടാവും. VS സർക്കാരിൻ്റെ കാലത്ത് തന്നെ, പിന്നീട് UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു പാർട്ടി തന്നെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക. എങ്ങനെയാണ് ഒരു സർക്കാർ ഒരു സ്വകാര്യ കമ്പനിക്ക് അനുകൂലമായ നയം സ്വീകരിക്കാനിടയാവുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? അത് പാർട്ടിയുടെ നയമാണോ, അതല്ല പാർട്ടിയുടെ അല്ല മുഖ്യമന്ത്രിയുടെ മാത്രമാണോ? അങ്ങനെ ഒരു നയം മുഖ്യമന്ത്രി സ്വീകരിച്ചതിന് വേണ്ടിയാണോ ഈ പണം നൽകിയത് എന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ എവിടെയും പാർട്ടി പ്രവർത്തകരോ CPM നേതൃത്വമോ കാര്യമായി ജനങ്ങളിലേക്ക് ഇത് പറഞ്ഞുകൊണ്ട് അതങ്ങനെയല്ല, ഇത് മാസപ്പടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാനത്തെ ഡിഫെൻഡ് ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല. സൈബർ രംഗത്ത് പോലും ഉണ്ടാവുന്നില്ല, നേർക്ക് നേരെ അതൊട്ടും ഉണ്ടാവുന്നില്ല. വളരെ ഒരു ഡെഫനിങ് സൈലൻസ് ആ കാര്യത്തിൽ കാണാം. അതിനർത്ഥം ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരു പബ്ലിക് റിലേഷൻ എക്സസൈസ് ആണ് സ്പോൺസർമാരെ കണ്ടെത്തി നടപ്പാക്കാൻ പോകുന്നതെന്നാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരു പബ്ലിക് റിലേഷൻ എക്സസൈസ് എന്ന് പറയുമ്പോൾ ദിവസം ഇതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണിത്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയാൻ വേണ്ടി സർക്കാർ ഒരു യാത്ര നടത്തുന്ന പോലെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ആ സദസ്സിൽ സർക്കാർ പ്രതിപക്ഷത്തെ വിമർശിക്കാനും നല്ല സമയം മാറ്റിവെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്ന് വേണമെങ്കിൽ കടത്തി പറഞ്ഞാൽ തെറ്റില്ലാത്ത ഒന്ന്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഫണ്ട് എടുത്ത് ചെലവാക്കുന്നു, സർക്കാരിൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്പോൺസർമാരെ ക്ഷണിച്ച് പണം സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി എന്നുകൂടി വിളിക്കാവുന്ന ഒന്നാണോ ഇത്? തീർച്ചയായും ഇത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, സർക്കാർ ഫണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ നവകേരള യാത്ര അല്ലേ, നവകേരള സദസ്സ്, അതിനുവേണ്ടി എന്താണ് ചെയ്തത്, അതിൻ്റെ ചിലവ് എത്രയായി എന്ന് ചോദിച്ച് കൊടുത്തിട്ടുള്ള ഈ വിവരാവകാശ പ്രകാരം കൊടുത്തിട്ടുള്ള നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, പലരും കൊടുത്തിട്ടുള്ള. ഒന്നിനും ഇതുവരെയും ഉത്തരം പ്രൊവൈഡ് ചെയ്തിട്ടില്ല എത്ര പൈസ ചിലവായത്. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ ഉയർന്ന തസ്തികകളിലെ ഉദ്യോഗസ്ഥന്മാർ അവർ എന്താണ് ഓട്ടപ്പാച്ചില്ലായിരുന്നു, പിരിവിനിറങ്ങിയിരിക്കുകയായിരുന്നു. അവർ ഓരോന്നിനും സ്പോൺസർമാരെ കണ്ടെത്താൻ വേണ്ടി പല ഉദ്യോഗസ്ഥരും നമ്മളോട് തന്നെ വിളിച്ച് പറഞ്ഞ അനുഭവങ്ങളുണ്ട്, ഇതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ നടക്കാൻ പോകുന്നത്. ഇതിനും സ്പോൺസർമാരെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പണി എന്തായി മാറുകയാണ്? പിരിവ് നടത്തുക, ആളുകളെടുത്ത് പോയി കെഞ്ചി പിരിവ് നടത്തുക. അതിലൂടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ഈ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി പിരിവ് നടത്തലാണോ? അല്ല, അവർ ജനങ്ങൾക്ക് സേവനം നൽകേണ്ട ആളുകളാണ്. അപ്പോൾ അവർ ആ പണി നിർത്തി വെച്ചിട്ട് പിരിവിനിറങ്ങുകയാണ്. അപ്പോൾ നേരത്തെ നിഷാദ് സൂചിപ്പിച്ച പോലെ ഇത് ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ പിരിവിനിറങ്ങുന്നു. ഒരാളൊന്ന് പൈസ മേടിക്കുമ്പോൾ അയാൾ ചുമ്മാ പൈസ കൊടുക്കില്ലല്ലോ. അതൊരു മുതലാളിയായിരിക്കും, അയാളൊരു ബിസിനസ് നടത്തുന്ന ആളായിരിക്കും, അല്ല എന്തെങ്കിലും ഇടപാട് നടത്തുന്ന ആളായിരിക്കും, കോറി നടത്തുന്ന ആളായിരിക്കും. അയാൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? അയാളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അത് കാണത്തുള്ളൂ. പക്ഷേ അവരുടെ പരസ്യം പോലും ഇവിടെ വെക്കുന്നില്ല, പരസ്യമൊന്നുമില്ല. അപ്പോൾ അതിലൂടെ അങ്ങേര് എന്തോ ഒരു ഫയൽ നീങ്ങേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ ഒരു കോംപ്ലയൻസ് ആക്കി കൊടുക്കേണ്ടതുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിഹിതമായ ഇടപാടുകൾ നടത്തുവാനുള്ള ഒരു തരം ലൈസൻസ് സർക്കാർ കൊടുക്കുകയാണ്. നിങ്ങൾ നാട്ടിലെ മുതലാളിമാരായിരുന്നു എല്ലാം പോയിട്ട് പിരിച്ചോളൂ എന്ന് ഉദ്യോഗസ്ഥന്മാരോട്, പിരിച്ചോളൂ എന്നല്ല, പിരിക്കണം എന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം
അഴിമതിക്ക് വളം വെക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ കാശ് ഇല്ലാത്തത്, അല്ലെങ്കിൽ സർക്കാരിന് ചെയ്യാവുന്നതാണ്, സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല. പക്ഷെ അതേസമയം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സർക്കാരിൻ്റെ ഒരു PR നടത്തണം, അതിനു വേണ്ടിയുള്ളൊരു ഏർപ്പാടാണെന്ന്. പക്ഷെ അത് പല മൂർച്ചയുള്ളത്, പലതരത്തിൽ അത് നമ്മുടെ സിസ്റ്റത്തെ, ജനാധിപത്യത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് അത് പോകുന്നത്. ഇതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് ചോദിച്ചാൽ നവകേരള സദസ് കൊണ്ട് എന്താണ് ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഒരു മുഖാമുഖത്തിൽ ഇപ്പോൾ ചോദ്യങ്ങൾ നേരത്തെ ഫിൽട്ടർ ചെയ്തിട്ടാണോ അല്ലെ നേരിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ ഇതൊന്നും നമുക്കറിയില്ല. ഇനി നേരിട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തന്നെ മുഖ്യമന്ത്രി എന്താണ് പറയുക? ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദ്യത്തിനും അദ്ദേഹം പറയുന്ന ഉത്തരം നമുക്കറിയാം, പരിശോധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രേ സംഭവിക്കുകയുള്ളൂ. അപ്പം സർക്കാരിൻ്റെ മുഖച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നവകേരള സദസ്സ് നടത്തിയത് എങ്കിൽ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണ് വിപരീത ഫലം ഉണ്ടാക്കിയത്? അത് മുഖ്യമന്ത്രിയുടെ മറുപടികൾ അതിലൊരു ഘടകമാണ്, മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ അതിലൊരു ഘടകമാണ്, DYFIക്കാരും പോലീസും കാട്ടിക്കൂട്ടി അതിക്രിയകൾ അതൊരു ഘടകമാണ്, ജീവൻ രക്ഷാ ദൗത്യം. അതിനേക്കാൾ മികച്ച എന്തെങ്കിലും ഈ മുഖാമുഖത്തിലൂടെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം, അതിഗുരുതരമായ പ്രതിസന്ധിയിലാണ് ഈ സർക്കാർ. ഒരു തമാശ പറയാം, തമാശ എല്ലാ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട്. എന്താ ഹർജി എന്നറിയോ? ഒരാൾ എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രിൻ്റഡ് കോപ്പി വേണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. എന്താ സംഭവം അറിയോ? കഴിഞ്ഞ നവംബർ മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ഈ ഹാർഡ് കോപ്പി ഇഷ്യൂ ചെയ്യുന്നില്ല. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒരാൾ നേടിക്കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് കോപ്പി മാത്രമേ കിട്ടുന്നുള്ളൂ. എൻ്റെ ഏജൻസി പൈസ കൊടുത്തിട്ടില്ല, പ്രിന്റ് ചെയ്ത ടീമിന് പൈസ കൊടുത്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇയാൾ കോടതിയിൽ പോയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റും ഡെസ്പാച്ച് കോസ്റ്റും എൻ്റെ അടുത്ത് മേടിച്ചിട്ടുണ്ട്. ഈ സർക്കാർ എൻ്റെ അടുത്ത് മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റും ഇത് ഓരോ ആളിത് മേടിക്കുന്നുണ്ട്. ലൈസൻസിന് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഈ കോസ്റ്റ് മേടിക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഹാർഡ് കോപ്പി ഇഷ്യൂ ചെയ്യാൻ സാധിക്കാത്തൊരു സർക്കാർ എനിക്ക് തോന്നുന്നില്ല. സോ ഈ ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉച്ചക്കഞ്ഞി, ഹെഡ് മാസ്റ്റർമാർ നാട് തണ്ടുന്നു, കുട്ടികൾക്ക് കഞ്ഞി കൊടുത്തതിൻ്റെ പൈസ ഇല്ല, ഈ കുടുംബശ്രീ ഹോട്ടൽ നടത്തിയവർക്ക് പൈസ ഇല്ല, പെൻഷൻ, ക്ഷേമ പെൻഷനുകാർക്ക് പൈസ ഇല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നൊരു സർക്കാരാണ്. അപ്പോൾ ജനങ്ങളോട് എന്ത് പറയാനാണ്? ജനങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മുഖം മിനുക്കാനാണ് ഈ മുഖാമുഖമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അത് മുഖം മിനുക്കാൻ ഒരു നിലക്കും ഉപകാരപ്പെടാൻ പോകുന്നില്ല. യെസ്, അപ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രി ജനങ്ങളോട് സംസാരിക്കാൻ ഇറങ്ങി വരുമ്പോൾ കുറേ അധികം ചോദ്യങ്ങൾ ജനങ്ങൾക്ക് ചോദിക്കാനുണ്ട്. നിർവഹിക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടാണോ മുഖ്യമന്ത്രി വരുന്നത് എന്ന മൗലികമായ ചോദ്യത്തെ അദ്ദേഹം എങ്ങനെ അഭിമുഖീകരിക്കും എന്നത് നമ്മൾ കാണേണ്ട സംഗതിയാണ്.